ഒരു ബിസിനസ്സിൽ ഒരു ലിമിറ്റഡ് വരുമാനം ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെന്റിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യൽ നിർബന്ധമാണ്. അതിന്റെ സുതാര്യത ഉറപ്പുവരുത്താൻ വേണ്ടി ക്വാളിഫൈഡ് ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ സൈന് നിയമപരമായി നിർബന്ധമാണ്. ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യ. പാർലമെന്ററി ആക്ട് പ്രകാരം സ്ഥാപിതമായിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ICAI. ഒരു മനുഷ്യന്റെ എഫിഷ്യൻസി കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 വയസ്സ് മുതൽ 60 വയസ്സ് വരെയാണ്. അതിന്റെ ഇടയിൽ നമുക്ക് വരുന്ന എക്സ്പെൻസ് വരുന്നത് 2 കോടി രൂപയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. എന്താ വെച്ചാൽ 25 വയസ്സ് കഴിഞ്ഞാൽ നമുക്കൊരു വീട്ടിലോട്ട് ഒരു എമൗണ്ട് എന്തായാലും കൊടുക്കേണ്ടി വരും. അതല്ലാതെ നമുക്ക് ഡേ ടു ഡേ വരുന്ന എക്സ്പെൻസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 കോടിന്റെ മേലെ എന്തായാലും വരും. അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അപ്പോൾ തന്നെ നമുക്ക് മന്ത്ലി നമ്മളിത് ഈ 2 കോടി ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 35,000 മുതൽ 40,000 രൂപ വരെ നമ്മൾ മിനിമം നമ്മളെ എക്സ്പെൻസിന് വേണ്ടി മാത്രം സമ്പാദിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു സാധാരണ ജോലി എടുത്തു കഴിഞ്ഞാൽ ഇതിന് ഓവർകം ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടൻസി പോലത്തെ കോഴ്സുകൾ എടുക്കാൻ പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് 1 ലക്ഷം മുതൽ 1.5 ലക്ഷം രൂപ വരെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഡിപ്പെൻസ് ഓൺ എക്സ്പീരിയൻസ് ആണ്. എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് 5ഉം 6ഉം 7ഉം ലക്ഷം വരെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ ഒരു പ്രത്യേകത. അങ്ങനെയെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഇതൊരു കൊമേഴ്സുകാർക്ക് മാത്രമുള്ള ഒരു കോഴ്സാണോ അതോ മറ്റ് സ്ട്രീമിലുള്ള ആളുകൾക്കും ഇതെടുക്കാൻ പോസിബിൾ ആണോ? തീർച്ചയായിട്ടും പോസിബിൾ ആണ്. പല ആൾക്കാർക്കുള്ള തെറ്റിദ്ധാരണയാണ് കൊമേഴ്സ് ഫീൽഡിലുള്ള ആൾക്കാർക്ക് മാത്രമേ CA പറ്റുള്ളൂ എന്നുള്ളത്. പക്ഷെ +2 കഴിഞ്ഞ് ഏത് സ്ട്രീം ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ കൊമേഴ്സ് ആയിക്കോട്ടെ, ഏതാണെങ്കിലും 50% മാർക്കോട് കൂടി പാസ്സാവുന്ന ആർക്ക് വേണമെങ്കിലും CA സ്റ്റാർട്ട് ചെയ്യാം. അതെ, തീർച്ചയായും. നമുക്ക് എന്തൊക്കെ ജോബ് അവസരങ്ങളാണ് ഇപ്പോൾ ഇത്രയും റിസ്ക് എടുത്ത് നമ്മൾ ചെയ്തുകൊണ്ട് നമുക്ക് ഉണ്ടായിരിക്കുക? കാരണം അതിൻ്റെ ഒരു റിട്ടേൺ കിട്ടുന്ന രീതിയിലുള്ള ജോബ് സ്റ്റാറ്റസ് തന്നെ നമുക്ക് കിട്ടുമോ? തീർച്ചയായിട്ടും കിട്ടും. കാരണം എന്താ വെച്ചാൽ ഇതിൽ ഏറ്റവും വലിയ വൈഡ് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജ്മെന്റ് ലെവലാണ്. നമ്മൾ CEO, CFO, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ അനലിസ്റ്റ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, കോസ്റ്റ് മാനേജ്മെന്റ്, സീനിയർ ഓഡിറ്റർ, അതുപോലെ തന്നെ സീനിയർ അക്കൗണ്ടന്റ്, അതുപോലെ തന്നെ ഹയർ ലെവൽ എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ള എല്ലാ ലെവലിലും നമുക്ക് വർക്ക് ചെയ്യാന്നുള്ളതാണ്. മാനേജ്മെന്റ് ഫീൽഡിലുള്ള എല്ലാത്തിലും നമുക്ക് വർക്ക് ചെയ്യാം. എനിക്ക് ടീച്ചിങ് ആണ് താല്പര്യമുള്ളെങ്കിലോ? തീർച്ചയായിട്ടും അതിലൊരു വൈഡ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് CA കംപ്ലീറ്റ് ആയ ആൾക്ക് CA കാരനെ പഠിപ്പിക്കാനുള്ള ഒരു യോഗ്യത കൂടിയാണ്. അപ്പൊ അതായത് പെർ അവറിലാണ് എനിക്ക് റെമ്യൂണറേഷൻ വരുന്നത്. അതിപ്പോ 2,000 2,500 റുപ്പീസ് വരെ പെർ അവറിൽ ഏൺ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതെ, തീർച്ചയായിട്ടും അതിന് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീസും കൂടെ വരുന്നുണ്ട്. നമ്മൾ ഈ ഒരു സാധാരണ രീതിയിലുള്ള ജോബ് അല്ലാതെ വരുന്നതാണ് നമ്മൾ ഫാക്കൽറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ജോബ്. അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ നമ്മളിത് അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം സ്റ്റെപ്പിലൂടെ നമ്മൾ പോവേണ്ടി വരും? നമുക്ക് മെയിൻ ആയിട്ട് 3 സ്റ്റെപ്സ് ആണുള്ളത്, 3 ലെവൽസ് ആണുള്ളത്. ഫസ്റ്റ് ആയിട്ട് വരുന്നത് ഫൗണ്ടേഷൻ ആണ്. സെക്കൻഡ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർമീഡിയറ്റ് ആണ്. തേർഡ് ഫൈനൽ ആണ്. ടോട്ടൽ ആയിട്ട് നമുക്ക് 20 പേപ്പേഴ്സ് ആണുള്ളത്. അതായത് ഫൗണ്ടേഷനിൽ വരുന്നത് 4 പേപ്പേഴ്സ് ആണ്. അതിൽ ഫസ്റ്റത്തെ 2 നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആണ്, ലാസ്റ്റത്തെ 2 ഒബ്ജക്റ്റീവും. അതുപോലെ തന്നെ നമുക്ക് ഇന്റർമീഡിയറ്റ് വരുന്നത് 2 ഗ്രൂപ്പായിട്ടാണ്. അതിൽ 8 സബ്ജക്റ്റ് ആണ് ഉണ്ടാവുക, 8 പേപ്പർ. അല്ലല്ല, 2 ഗ്രൂപ്പിലായിട്ട് 8 പേപ്പർ, 4 പേപ്പർ ഒരു ഗ്രൂപ്പിൽ, അതർ ഗ്രൂപ്പിൽ 4 പേപ്പർ, അങ്ങനെ 8 പേപ്പറാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ ഫൈനലിലും. അതിൽ ഇന്റർമീഡിയറ്റിൽ വരുന്നത് വെച്ചാൽ ഇന്റർമീഡിയറ്റ് പാസ് ആയി കഴിഞ്ഞാൽ 2 വർഷത്തെ ആർട്ടിക്കിൾഷിപ്പ് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫൈനലിലോട്ട് വരുന്നത്. നമ്മൾ ഈ ആർട്ടിക്കിൾഷിപ്പ് ചെയ്യുന്നതിന്റെ ഇത്രയും വർഷം നമ്മൾ വെറുതെ കളയേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും അതൊരു എക്സ്പീരിയൻസ് ആണ്. അതായത് നമുക്ക് ആർട്ടിക്കിൾഷിപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി ഉള്ള നോളജ് ആണ്. അത് ഇതിൽ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ വേറെ ഏത് ജോലിക്ക് പോവുകയാണെങ്കിലും നമുക്ക് ബേസ് ആയിട്ട് ഒരു എക്സ്പീരിയൻസ് എന്നുള്ളതാണ് ഈ ആർട്ടിക്കിൾഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഇന്റേൺഷിപ്പ്. നമുക്ക് 2 വർഷം എന്ന് പറഞ്ഞത് എക്സ്പീരിയൻസ് മസ്റ്റ് ആണ്, അത് നിർബന്ധമായിട്ടും ചെയ്യണമാണ്. പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ഫൈനലിൽ നമുക്ക് 8 പേപ്പറാണ്, 2 ഗ്രൂപ്പിലും 4 വീതം. അതും കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ CA കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ,
ഞാനൊരു ഡിഗ്രി കഴിഞ്ഞ ഒരാളാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ 3 സ്റ്റെപ്പും ചെയ്യേണ്ടതുണ്ടോ? ഇല്ല, ഒരിക്കലും വേണ്ട. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ ഒരാളാണെങ്കിൽ നമുക്ക് ഇന്റർമീഡിയറ്റ് മുതലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അത് ഡയറക്റ്റ് എൻട്രി ആണ്. ഓക്കെ, അതായത് ഫൗണ്ടേഷൻ ചെയ്യേണ്ട, ഇന്റർമീഡിയറ്റിലോട്ട് ഡയറക്റ്റ് ആയിട്ട് എൻട്രി ചെയ്യാം. ഓക്കെ, എനിക്ക് എത്ര പെർസെന്റേജ് വേണം, അങ്ങനെ എന്തെങ്കിലും പെർസെന്റേജ്, മാർക്കിന്റെ പെർസെന്റേജ് ഉണ്ടോ? ഉണ്ട്. അതായത് ബികോം ഗ്രാജുവേറ്റ് ആണെങ്കിൽ നമുക്ക് 55% മാർക്ക് ആയിരിക്കണം ആൾക്ക് പാസ് ആയിട്ട് വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ അതർ ഡിഗ്രി ആണെങ്കിൽ 60%. ഈ അതർ ഡിഗ്രി എന്ന് ഉദ്ദേശിച്ചത് എല്ലാ ഡിഗ്രിയും. ഓക്കെ, ഏതെന്നുള്ളതല്ല, എല്ലാ ഡിഗ്രി, എല്ലാ സ്ട്രീമിലുള്ള ഡിഗ്രിക്കും 60% മാർക്ക് ഏൺ ചെയ്ത ഒരു വ്യക്തിക്ക് നമുക്ക് ഇന്റർമീഡിയറ്റിലോട്ട് എൻട്രി ചെയ്യാം.